ഹായ് ഗായ്സ്, എൻ്റെ പേര് അനുരഞ്ജ്. നിങ്ങൾക്ക് എന്നെ ഏജ് എന്ന് വിളിക്കാം. ഞാൻ എൻ്റെ ഈ ഏജ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻട്രോ പോലെ വൈ ദിസ് ചാനൽ എക്സിസ്റ്റ്, ഹു ആം ഐ ആൻഡ് ഹു ഇസ് മൈ ടാർഗറ്റഡ് ഓഡിയൻസ്. ഈ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഞാനൊരു ഫ്യൂച്ചേഴ്സ് ട്രേഡറാണ്. ഐ ഹവ് ബീൻ ട്രേഡിങ് ഫ്യൂച്ചേഴ്സ് ഫോർ ലൈക്ക് 4 years now. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ US ഇൻഡിസസ് ആണ്. അതായത് നാസ്ഡാക്കും S&P 500 ഇത് 2 കോൺട്രാക്ട്സാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 വർഷമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ICT കൺസെപ്റ്റ്സ് ആണ്. ICT കൺസെപ്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 4 years ആയിട്ട് ഞാൻ സെയിം സാധനമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജിൽ ലൈക്ക് മൈ ജേർണി ഫ്രം ഹിയർ ഓൺവേർഡ്സ് ആ സംഭവം ഡോക്യുമെൻ്റ് ചെയ്യാനാണ് ഞാൻ ഈ ചാനൽ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് 4 years ആയിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ്, ലൈക്ക് വേർ ആം ഐ ഗോയിങ്, ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ വരുന്നത്. ഞാനിപ്പം എൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇൻ്റർമീഡിയറ്റ് ട്രേഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ജസ്റ്റ് ട്രേഡിങ് നമുക്കൊരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കാമെന്ന് വിചാരിക്കാം. അത് ഒരു ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, പിന്നെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ, ദെൻ ഒരു പ്രോ ട്രേഡർ. ബിഗിനർ എന്ന് പറഞ്ഞ ഒരാൾ ലൈക്ക് എനിവർ ഫ്രം ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ജസ്റ്റ് അറിഞ്ഞിട്ട് ഇതെന്താണ് ഈ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വരുന്നത് മുതൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിപ്പെടുന്നത് വരെയുള്ള ഒരാളാണ് ബിഗിനർ ട്രേഡർ എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ട്രേഡർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ട് അതിൽ നിന്നൊരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് ഓർ മേ ബി വേറെ ഒരു ട്രേഡറുടെ അടുത്തുനിന്ന് ഒരു മോഡൽ കിട്ടിയിട്ട് അത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ആ മോഡലിൽ തൻ്റെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് എന്താ പറയുക പയ്യെ അക്കൗണ്ട്സൊക്കെ പാസ് ചെയ്ത് മേ ബി 1 or 2 വിഡ്രോവൽ ഹിയർ ആൻഡ് ദെയർ, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോവൽ എടുക്കുക, പിന്നെ ഒരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ലൈക്ക് ആ ഒരു ജേണിയിൽ ഉള്ള ഒരാളാണ് ഞാൻ ഇൻ്റർമീഡിയറ്റ് ട്രേഡറാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോഫിറ്റബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു മിനിമം ഒരു 6 to 1 year കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരാൾ. പിന്നെ ഒരു ഒബ്വിയസ്ലി ഒരു പ്രോ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ട്രേഡർ ലൈഫ് സ്റ്റൈൽ, ലൈക്ക് ഇമോഷൻസിനൊക്കെ പക്കയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, ജസ്റ്റ് ഇമോഷൻസ് തൻ്റെ ട്രേഡിൽ എഫക്റ്റ് ചെയ്യാതെ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കംപ്ലീറ്റ് ഒരു അഡാപ്റ്റ് ആയിട്ടുള്ള ഒരാൾ, അതാണൊരു പ്രോ ട്രേഡർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻ്റർമീഡിയറ്റ് ട്രേഡറാണ്. ഞാൻ ലൈക്ക് ഹിയർ ആൻഡ് ദെയർ ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ SL അടിക്കാറുണ്ട്, TP അടിക്കാറുണ്ട്, എവറിത്തിങ് എല്ലാ ഇമോഷൻസിലേക്ക് കൂടെ പോകുന്ന ഒരു പ്രോഫിറ്റബിൾ ട്രേഡറിലേക്കുള്ള യാത്രയുള്ളൊരു ആളാണ് ഞാൻ. അപ്പം ഈ ചാനൽ ആർക്ക് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ബിഗിനർക്കും ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേഡർക്കുമാണ്. അതായത് എന്നെപ്പോലെ എൻ്റെ യാത്രയിൽ ലൈക്ക് ഞാൻ പോകുന്ന റൂട്ടിൽ പോകുന്ന ആൾക്കാർക്ക്, അതായത് ഒരു മോഡൽ കിട്ടി ഹിയർ ആൻഡ് ദെൻ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ he wants to be a profitable trader and he is working his ass off to do that. അങ്ങനത്തെ ഒരാൾക്കാണ് ഈ സാധനം ഹെൽപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ ഞാൻ എൻ്റെ ട്രേഡ്സ് ഞാൻ കാണിക്കുന്നതായിരിക്കും. വെദർ ഇറ്റ് ഈസ് TP or SL, ഐ വിൽ ബി ഷോയിങ് ദാറ്റ്. പിന്നെ എൻ്റെ സൈക്കോളജി, എൻ്റെ ഫിലോസഫി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ സംഭവത്തിൽ കാണിക്കുന്നതായിരിക്കും. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജേണൽ ചെയ്യുന്ന എൻ്റെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ കൂടെ കാണിക്കാം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് പീപ്പിൾ ലൈക്ക് മീ. അപ്പം ആസ് എ പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് ടുവേർഡ്സ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിലിറ്റി, അങ്ങനത്തെ ഒരാളെ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം റൈറ്റ് നൗ ഞാനിപ്പം ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാനിപ്പം ട്രേഡ് ചെയ്യുന്നത്. വി ആർ ലിവിങ് അണ്ടർ ദ സെയിം റൂഫ് ആൻഡ് വി ആർ ടേക്കിംഗ് ട്രേഡ്സ് ടുഗദർ. ലൈക്ക് അപ്പം ആ ഒരു സംഭവം എന്നെ എഫക്റ്റ് ചെയ്തത്, ലൈക്ക് എന്നെ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള സംഭവം, അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പോസിറ്റീവ്
കാര്യമാണ് എൻ്റെ ലൈഫിൽ. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്തതും ഞാനൊരു ഗ്രൂപ്പിലിരുന്ന് ട്രേഡ് ചെയ്തതും പിന്നെ അത് എന്നിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ്, അതാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങാനും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എനിക്ക് കിട്ടുന്ന എൻ്റെ മോട്ടിവേഷൻ. സോ ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ഹു ആർ ലൈക്ക് മീ. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ജസ്റ്റ് ലൈക്ക് മീ, എൻ്റെ കൂടെ നിൽക്കണ ലൈക്ക് എന്നെ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ കൂടെ കൂടിക്കോ. വി ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ. എന്താ പറയുക, ഞാനൊരു എൻ്റെ പ്രോഫിറ്റ്സ് കാണിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ട്രേഡ്സ് കാണിച്ച് ഫ്ലെക്സ് ചെയ്യുക എന്നുള്ളൊരു സാധനമല്ല ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ്, ഗോ എൽസ്വെയർ. ദിസ് ഇസ് നോട്ട് എ പ്ലേസ് ഫോർ യു. അപ്പം ഞാൻ പറയുന്നത് റോ ആയിട്ടുള്ള ഒരു ട്രേഡറുടെ ലൈഫ്, അതിൽ അയാൾ കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കൺസിസ്റ്റൻസിയിലേക്ക് എത്താനുള്ള അയാളെങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം, എങ്ങനെ ഡിസിപ്ലിൻഡ് ആവാം, ഈ സംഭവങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്താ പറയുക, എൻ്റെ എസ് എൽ അടിക്കുമ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എസ് എൽ അടിക്കുന്നത്, ലൈക്ക് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ മൈ ട്രേഡിങ് ലൈഫ്, ആ സാധനമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സോ ഇഫ് യു വാച്ച് ടിൽ ദിസ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് മേ ബി ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ടാകും. സോ സ്റ്റിക്ക് അലോങ്, നമുക്ക് മുന്നോട്ട് പോകാം. I'll show you where I'm going and I can help you out in your journey maybe, and maybe you can also help me in this. So it's a give and take thing. So stick around. Thank you for watching.